രാഹുൽ ഈശ്വർ ഈ പറയുന്ന കാര്യം പറയാൻ എല്ലാ സാമുദായിക നേതൃത്വത്തിന് അവകാശമുണ്ട്. അവരത് പറയണം, അത് അവരുടെ ജോലിയാണ്. രാഹുൽ ഈശ്വർ പക്ഷെ അത് പറഞ്ഞു വരുമ്പോഴേക്കും അത് പ്രത്യേക രാജ്യമാണ്, അത് പ്രത്യേക സംസ്ഥാനമാണെന്ന് പറയുന്നത് സെഡീഷൻ പറയരുത്. അതിനെ പിന്തുണയ്ക്കുന്നവർ അവിടെ നോമ്പുകാലത്ത് പച്ചവെള്ളം കിട്ടില്ലെന്ന് പച്ചക്കള്ളം ആവർത്തിക്കരുത്. ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് അറിയാത്ത ആൾക്കാരാണോ സുരേന്ദ്രൻ? അല്ലല്ലോ. അത് പിന്നെയും ആവർത്തിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ, അത് പിന്നെയും ആവർത്തിക്കുന്നത് ഇവിടെ ധ്രുവീകരണ ലക്ഷ്യം വെച്ചാണ്. ഇവിടെ ധ്രുവീകരണ ലക്ഷ്യം വെച്ചാണ് രാഹുൽ ഈശ്വർ. അത് കരുതലോടെ ഇരിക്കണം. ഹാഷ്മി 3 പോയിന്റ് 2.5 മിനിറ്റ്, അങ്ങ് ഏകദേശം 13 മിനിറ്റ് നമ്മുടെ ഉല്ലാസ് ജിയുമായി തർക്കിച്ചു. എനിക്ക് 2.5 മിനിറ്റ് തന്നാൽ മതി. ഞാൻ പറയുന്ന ഒരു പോയിന്റ് പോലും അങ്ങേക്ക് കോൺട്രഡിക്ട് ചെയ്യാൻ കഴിയില്ല. ആദ്യം ഒന്നാമത്തെ പോയിന്റ് റിക്വസ്റ്റ് ആണ്. എൻ്റെ പേര് രാഹുലീശ്വർ നമ്പൂതിരി എന്നാണ്. വെള്ളാപ്പള്ളി സാർ എൻ്റെയും എന്താ പറയണേ കാരണവർ തുല്യനാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ 80-90 വയസ്സായ ഒരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ MA ബേബി സാർ അഡ്രസ്സ് ചെയ്ത പോലെ വെള്ളാപ്പള്ളി നടേശൻ ജിന്നോ വെള്ളാപ്പള്ളി നടേശൻ സാറെന്നോ അഡ്രസ്സ് ചെയ്യണം. ശ്രീ സുരേന്ദ്രജിയും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയതാണ്. ഒരു ഫേസ്ബുക്ക് പോരാളിയൊന്നുമല്ല, വിശ്വാസിക്ക് വേണ്ടി പോരാടിയതാണ്. അപ്പോൾ ആരും അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരോട് വിയോജിക്കാം, പക്ഷേ ബഹുമാനത്തോടെ വിയോജിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, വെള്ളാപ്പള്ളി സാർ പറഞ്ഞത് കള്ളമാണെന്ന് വെള്ളാപ്പള്ളി സാറിനും അറിയാം, നമുക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സുരേന്ദ്രൻജി പറഞ്ഞത് വസ്തുതയല്ലെന്ന് കേൾക്കുന്നവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, മലപ്പുറം താമസിക്കുന്നവർക്കും അറിയാം. അപ്പോൾ ഈ വസ്തുതകളല്ലാത്ത കാര്യം പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതാണ് എൻ്റെ മൂന്നാമത്തെ പോയിന്റ്. ഇപ്പോൾ 1 മിനിറ്റേ ഉള്ളൂ, ഇനി എനിക്ക് 1.5 മിനിറ്റ് ഉണ്ട്. ഈ പറയാൻ പോകുന്ന കണക്കുകൾ ഹാഷ്മിയെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, ഹാഷ്മിയെ വെല്ലുവിളിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും തെറ്റാണെന്ന് പറയാൻ. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി സാർ അടക്കം ശ്രീ സുരേന്ദ്രൻജി അടക്കം ഇങ്ങനെ ഒരു നെറേറ്റീവ് പറയുന്നതിന്റെ ഉത്തരവാദിത്വം ശ്രീ ഹാഷ്മിക്ക് കൂടെയാണ്, ശ്രീകണ്ഠൻ നായർ സാർക്കാണ്, വേണുജിക്കാണ്, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണ്. ഞാൻ അടുത്ത കുറെ കണക്കുകൾ വായിക്കാം. കേരളത്തിൽ ഏകദേശം 50% അല്ലെങ്കിൽ 54% ഹിന്ദുക്കളുള്ളത്. ആത്മഹത്യയിൽ 80%-ഓളം ഹിന്ദുക്കളിലാണ് സംഭവിക്കുന്നത്. മദ്യപാനവും മയക്കുമരുന്നും 83.7%, മദ്യപാനം പ്രത്യേകിച്ച് ഹിന്ദുക്കളിലാണ്. ഇത് DGP ആയിരുന്ന സിബി മാത്യൂസിന്റെ കണക്കാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റിൽ. വ്യത്യസ്ത വേറെ പഠനങ്ങളുണ്ട്, സമയക്കുറവ് പോലും പറയുന്നില്ല. കുടുംബ തകർച്ചകൾ 80%-ഓളം നടക്കുന്ന ഹിന്ദുക്കളിലാണ്. ജനസംഖ്യാ തകർച്ച ഏറ്റവും നടക്കുന്ന ഹിന്ദുക്കളിലാണ്. യഥാർത്ഥത്തിൽ മലപ്പുറത്തിന് ഒരു പ്രശ്നവുമില്ല, പക്ഷെ അത് പകുതി സത്യം മാത്രമാണ്. അതാണ് ഹാഷ്മി പറയാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം പത്തനംതിട്ടയിലാണ്. ഓരോ വർഷവും പത്തനംതിട്ട കാട് കയറുകയാണ്, കുമ്പനാട് പ്രേതനഗരമായി മാറുകയാണ്, സ്കൂളുകൾ അടയ്ക്കുകയാണ്, കോളേജുകൾ അടയ്ക്കുകയാണ്, ഹോസ്പിറ്റൽ അടയ്ക്കുകയാണ്. ഞാൻ ഹാഷ്മിയെ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ഒരിക്കലെങ്കിലും ഹാഷ്മി കുമ്പനാടിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടോ? BBC-ക്കാർ ലണ്ടനിൽ നിന്ന് വന്ന് സ്റ്റോറി ചെയ്തു. അതായത് കുമ്പനാടും പത്തനംതിട്ടയും തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സ്ഥലങ്ങൾ. ഞങ്ങളുടെ ജനസംഖ്യ തകരുകയാണ്. കഴിഞ്ഞ ഒരു വർഷം എടുത്താൽ, കണക്കുകൾ എടുത്താൽ 1 ലക്ഷത്തോളം കുട്ടികൾ കുറവാണ് ഹിന്ദു സമൂഹത്തിന് ജനിച്ചത്. 27% നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഇരട്ടിയുണ്ട്, നമ്മൾ 50% ഹിന്ദുക്കൾ. പക്ഷേ മുസ്ലിം കുട്ടികളാണ് ഈ നാട്ടിൽ കൂടുതൽ ജനിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഹിന്ദുക്കൾ ഒരു ജനസംഖ്യാ തകർച്ചയിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയം നിങ്ങളുടെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നുണ്ടോ? ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ലവ് ജിഹാദെന്നും ലാൻഡ് ജിഹാദെന്നും കള്ളം പറയുകയാണ്. ഇല്ലാത്തപ്പോൾ ഞങ്ങൾ കുട്ടികളെ കോഴിക്കോട് നിന്ന് അഫ്ഗാനിസ്ഥാനിലോട് കപ്പൽ കയറ്റി എന്ന് കള്ളം പറയുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ കടലില്ല, അതാണ് അതിന്റെ തമാശ. അഫ്ഗാനിസ്ഥാനിലോട്ട് കപ്പൽ കയറ്റി കുട്ടികളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർ ചിരിക്കും. പക്ഷേ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും ഹിന്ദുക്കളെ ഒന്നിച്ചു നിർത്താനും ഞങ്ങളൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി കള്ളം പറയുകയാണ്. ഈ കള്ളം തിരുത്താനും ഇതല്ല ഹിന്ദുക്കൾക്ക് മറ്റു പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. കാര്യം അത് ഹിന്ദു ഐക്യത്തിന് വഴിതെളിക്കും. അപ്പൊ ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം മാധ്യമങ്ങളോ പൊതുസമൂഹമോ ചർച്ച ചെയ്യുന്നില്ല, മുഖ്യധാരാ പാർട്ടികൾ ചർച്ച ചെയ്യുന്നില്ല, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരോ ബോധർ ചെയ്യുന്നില്ല, മുഖ്യധാര നിങ്ങളെ ഹാഷ്മി അടക്കമുള്ള അവതാരകർ ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പൊ ഇത്തരം കള്ളങ്ങളിലൂടെയും 3-ന് പകരം 32,000 പെൺകുട്ടികളെ അടിച്ചുകൊണ്ടുപോയി എന്ന കേരള സ്റ്റോറിയിലൂടെയും ഞങ്ങൾ കള്ളം പറയുന്നതാണ്. ഇതാണ് ഇതിന്റെ പച്ച പരമാർത്ഥം. എങ്ങനെങ്കിലും വിഘടിച്ച് കിടക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തെ എനർജൈസ് ചെയ്ത് നിർത്താൻ ലവ് ജിഹാദ് എന്ന്, ലാൻഡ് ജിഹാദ് എന്ന്, തുപ്പൽ ജിഹാദ് എന്ന്, തുമ്മൽ ജിഹാദ് എന്ന്, ഹലാൽ ജിഹാദ് എന്ന് ഞങ്ങൾ കള്ളം പറയുകയാണെന്നുള്ളതാണ് സത്യം. ഇത് കള്ളം പറയുകയാണെന്ന് പറയുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഉദാഹരണം, മലപ്പുറത്ത് 29 ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ലിസ്റ്റുകളുണ്ട്. മലപ്പുറത്ത് 11 ലക്ഷം ഹിന്ദുക്കളുണ്ട്. ആ ഹിന്ദുക്കൾ വെള്ളം കുടിക്കാതെ കഴിയുകയാണോ? മലപ്പുറത്ത് ഏകദേശം അതിന്റെ ഇരട്ടി 70%-ഓളം മുസ്ലിങ്ങളാണ്. ഞങ്ങൾ ഏകദേശം 11-12 ലക്ഷം ആൾക്കാരുണ്ട്. ഏകദേശം 28%-ഓളം, ഏകദേശം 2 ലക്ഷത്തോളം ക്രിസ്ത്യാനികളുണ്ട്. അവിടെ പട്ടിണിയോട് മരിക്കുകയാണോ? പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും ഹിന്ദുക്കൾക്ക് വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ വർഗീയതയാന്ന് പറയും. ഇസ്ലാമോഫോബിയ പറയുന്ന ഒരു